എല്ലാ ദിവസവും അതിരാവിലെ ദൈവത്തിൻ്റെ തിരുവചനം ഭാഗ്യവചനധാരയായി നിങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുന്നു. ഭാഗ്യവചനധാര എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന തിരുവചന സന്ദേശങ്ങൾ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഭാഗ്യവചനധാര ശ്രോതാക്കൾക്ക് എൻ്റെ സ്നേഹവന്ദനം. ദൈവം ശാസിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. സർവശക്തൻ്റെ ശിക്ഷ നീ നിരസിക്കരുത്. അവൻ മുറിവേൽക്കുകയും മുറിവ് കെട്ടുകയും ചെയ്യുന്നു. അവൻ ചതയ്ക്കുകയും തൃക്കൈ പൊറുപ്പിക്കുകയും ചെയ്യുന്നു. ഇയ്യോബ് 5:17. ഭാഗ്യവാന്മാരുടെ വർണ്ണന വേദപുസ്തകത്തിൽ ഉടനീളം കാണാം. സങ്കീർത്തനം ആരംഭിക്കുന്നത് തന്നെ ഭാഗ്യവർണ്ണനയോടെയാണ്. കർത്താവിൻ്റെ പ്രസിദ്ധമായ പർവ്വത പ്രസംഗം ഭാഗ്യവർണ്ണനയാണ്. ഇവിടെ പ്രതിപാദിക്കുന്നതും ഒരുതരം ഭാഗ്യവാന്മാരെ കുറിച്ചാണ്. ദൈവം ശാസിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. സർവശക്തൻ്റെ ശിക്ഷ നീ നിരസിക്കരുത്. ശിക്ഷയും ശാസനയും നാം സാധാരണ സ്വീകരിക്കാറുള്ളത് പെറുപെറുപ്പോടും മനസ്സില്ലാ മനസ്സോടും നിവൃത്തികേടും കൊണ്ടാണ്. എന്നാൽ ദൈവശാസനയും ശിക്ഷയും ഏൽക്കുന്ന ഭാഗ്യാവസ്ഥയാണ് ഇന്നിവിടെ വർണ്ണിക്കുന്നത്. ശിക്ഷയും ശാസനയും ഭാഗ്യദോഷികൾക്കുണ്ടാകുന്ന ചില അനുഭവങ്ങളായിട്ടാണ് നമ്മളിൽ പലരും കാണുന്നത്. ദൈവശാസനയുടെയും ശിക്ഷയുടെയും പ്രകട ലക്ഷണങ്ങളായി ഇവിടെ 2 കാര്യങ്ങൾ പ്രതിപാദിക്കുന്നു. അവൻ മുറിവേൽപ്പിക്കുന്നു, മുറിവ് കെട്ടുന്നു. അവൻ ചതയ്ക്കുന്നു, അവൻ പൊറുപ്പിക്കുന്നു. സർവശക്തൻ മുറിവ് നൽകുന്നു, ശേഷം അവൻ തന്നെ അവയെ കെട്ടുന്നു. അവൻ ചതയ്ക്കുന്നു, അവൻ തന്നെ പൊറുപ്പിക്കുകയും ചെയ്യുന്നു. വിശ്വാസികൾക്ക് സർവശക്തനോട് കാലങ്ങളായിട്ടുള്ള ചോദ്യം, സർവശക്തൻ മുറിവ് തന്നിട്ട് കെട്ടുകയും ചതച്ചിട്ട് പൊറുപ്പിക്കുകയും ചെയ്യുന്നതിൽ ഭേദം ചതയ്ക്കാതെയും മുറിക്കാതെയും വിട്ടാൽ പോരെ എന്നാണ്. എന്നാൽ ചതയ്ക്കുകയും മുറിക്കുകയും ചെയ്യുന്ന അനുഭവം കൊണ്ട് 3 പ്രധാന ഫലങ്ങൾ ഉളവാകുന്നതായി കാണാം. മുറിവേറ്റതും ചതഞ്ഞതുമായ ഹൃദയങ്ങളിൽ നിന്ന് സ്തുതിഗീതങ്ങൾ ഉയരുന്നു. വേദനിക്കുന്ന ഉള്ളങ്ങളിൽ നിന്നുള്ള ആർത്തനാദം ശ്രദ്ധേയമാണ്. ആവശ്യക്കാരൻ്റെ നിലവിളി ഹൃദ്യമാണ്. സാധാരണയായി നാം പ്രാർത്ഥിക്കുന്നു, എന്നാൽ വേദനയും ഭാരവും ഉൾക്കൊള്ളുന്ന അവസരത്തിൽ ഉള്ള പ്രാർത്ഥനയുടെ തീവ്രത എല്ലായ്പ്പോഴും ഉണ്ടാകാറുണ്ടോ? ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. കാരാഗൃഹത്തിൽ പൗലോസും ശീലാസും, പൊട്ടക്കിണറ്റിൽ യോസഫും, സിംഹക്കുഴിയിൽ ദാനിയേലും പാടിയ ഗീതങ്ങൾ മുറിവേറ്റ ഉള്ളം സമ്മാനിച്ചതാണ്. ഓടക്കുഴൽ ശ്രദ്ധിച്ചിട്ടില്ലേ? കുട്ടികൾ മുളയുടെ കഷ്ടം മുറിച്ചെടുത്ത് ചെറിയ സുഷിരങ്ങളിട്ട് പൊത്തിപ്പിടിച്ച് ഊതുമ്പോൾ ഓടക്കുഴൽ ഗാനം ഉണ്ടാകുന്നു. പൊത്തിപ്പിടിച്ചിട്ട് ഊതാനാണെങ്കിൽ പിന്നെ സുഷിരങ്ങളിട്ട് എന്തിന്? സുഷിരങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഗാനം മധുരമാകുന്നത്. സർവശക്തൻ സമ്മാനിക്കുന്ന ചതവുകൾ നമ്മെ സ്വോത്രഗായകരും യഥാർത്ഥ ആരാധകരുമാക്കി മാറ്റുന്നു. കേട്ടുകേഴ്വിയിൽ നിന്ന് അനുഭവത്തിലേക്ക് മാറ്റുന്നു. ഞാൻ നിന്നെക്കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴോ എൻ്റെ കണ്ണാൽ നിന്നെ കാണുന്നു. ദൈവത്തെക്കുറിച്ച് കേട്ടുകേഴ്വി മാത്രമുള്ളവരാണ് പലരും. പ്രസംഗത്തിലൂടെയും വായനയിലൂടെയും ലേഖനങ്ങളിലൂടെയും മറ്റുമുള്ള കേട്ടുകേഴ്വി മാത്രം. എന്നാൽ ജീവിതത്തിൽ വേദന സഹിക്കുന്ന ചതവും മുറിവും ഏൽക്കുന്ന മനുഷ്യൻ അവനെ സ്വന്തം കണ്ണാൽ കാണുന്നു. ക്രിസ്തീയ ജീവിതം വെറും കേൾവിയുടെ അനുഭവത്തിൽ നിന്ന് അനുഭവിക്കുന്നതും യാഥാർത്ഥ്യവുമായ അവസ്ഥയിലേക്ക് എത്തിക്കുവാൻ മുറിവുകൾ സഹായിക്കുന്നു. അനുഭവ വെളിച്ചത്തിൽ ദാവീദ് പറയുന്നു, യഹോവ എൻ്റെ ഇടയനാകുന്നു. എൻ്റെ അനുഭവമാണിത്. ഭാരത അപ്പോസ്തലനായ തോമാസ് ലീയ അനുഭവത്തിൽ നിന്നും സാക്ഷിച്ചു, എൻ്റെ കർത്താവും എൻ്റെ ദൈവമേ. സ്വന്തം കണ്ണാൽ കാണുന്ന അനുഭവം ക്രിസ്തീയ ജീവിതം സാക്ഷ്യമുള്ള ജീവിതമാക്കുന്നു. സ്വന്തം കണ്ണാൽ കണ്ടതും സ്വന്തം കാതാൽ കേട്ടതും സ്വന്തം അനുഭവത്തെ ഗ്രഹിച്ചതുമായ യാഥാർത്ഥ്യങ്ങൾക്കുടമയായതുകൊണ്ടാണ് ആദിമ ക്രൈസ്തവ സഭാപിതാക്കന്മാർ കർത്താവിന് വേണ്ടി ജീവൻ വെച്ചത്. അനുഭവമുള്ള ദൈവ പൈതലാകുവാൻ വേദനകൾ, ചതവുകൾ മുഖാന്തരങ്ങളാവുന്നു. ശത്രുക്കൾ കാണുക വിരുന്നൊരുക്കുന്നു. ഇയ്യോബിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച വേദനകളും ചതവുകളും മൂലം അവൻ കർത്താവിൻ്റെ സ്വന്തം കണ്ണാൽ കണ്ടു എന്ന് മാത്രമല്ല, തന്നെ പരിഹസിച്ചവരും തന്നെ ആക്ഷേപിച്ചവരും തൻ്റെ മുൻഭാഗം കടന്നു വന്ന് പ്രാർത്ഥനയ്ക്കായി ആവശ്യപ്പെടുകയും അവൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതായി ഈ വേദഭാഗത്ത് കാണുന്നു. നീ ശാന്തനായി സ്തുതിഗീതം പാടുക. സ്വന്തം കണ്ണാൽ കാണാനുള്ള വേദിയായി അതിനെ കാണുക. നിന്റെ കണ്ണ് ശത്രുക്കളെ കാണും. ദൈവത്തിൻ്റെ പരിശുദ്ധ സഹായിക്കട്ടെ. നന്ദി, നമസ്കാരം.